ഹായ് ഡിയർ ആൾ, വെൽക്കം ടു സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയാണ്. അപ്പോൾ എന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. ഇപ്പോൾ എന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്? The compound contain metal carbon bond. മെറ്റൽ കാർബൺ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് റൂൾസാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റെബിലിറ്റി റൂൾസാണ്. അതെന്തൊക്കെയാണ് ആ സ്റ്റെബിലിറ്റി റൂൾസ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂളാണ്. EAN റൂൾ എന്ന് പറയും. EAN റൂള്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺ റൂളാണ്. അപ്പോൾ ഈ രണ്ട് റൂളും ഇലക്ട്രോൺ കൗണ്ടിൻ്റെ ബേസിലുള്ള റൂൾസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിലെ ഓരോ ലിഗാൻഡും എത്ര ഇലക്ട്രോൺസിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺ കൗണ്ട് അറിയണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ കൗണ്ട് ഓഫ് ലിഗാൻഡാണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ കൗണ്ട് ഓഫ് ലിഗാൻഡ്. ഓരോ ലിഗാൻഡും എത്ര ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം അതിനുവേണ്ടി നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഓരോ ലിഗാൻഡും ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോൺസിനെയാണെന്ന് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൗണ്ട്. രണ്ടെന്ന് പറയുന്നത് ന്യൂട്രൽ ആറ്റം കൗണ്ടാണ്. ഓക്കെ. ഇതിൽ ന്യൂട്രൽ ആറ്റം കൗണ്ടാണ് ബെസ്റ്റ് മെത്തേഡ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒക്കെ പറ്റുന്ന മെത്തേഡ് ന്യൂട്രൽ ആറ്റം മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ന്യൂട്രൽ ആറ്റം കൗണ്ടാണ്. ഓക്കെ. അപ്പം ന്യൂട്രൽ ആറ്റം കൗണ്ടിൽ നമ്മുടെ ലിഗാൻഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലിഗാൻഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇനോർഗാനിക് ലിഗാൻഡ് എന്നും ഓർഗാനിക് ലിഗാൻഡ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് ലിഗാൻഡ്. ഓക്കെ. അപ്പോൾ ഈ ഇനോർഗാനിക് ലിഗാൻഡിനെ തന്നെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ന്യൂട്രൽ ലിഗാൻഡ് എന്നും ചാർജ്ഡ് ലിഗാൻഡ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ചാർജ്ഡ് ലിഗാൻഡ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ന്യൂട്രൽ ലിഗാൻഡിൽ നിന്ന് തുടങ്ങാം. ന്യൂട്രൽ ലിഗാൻഡ്. ഓക്കെ. ഇപ്പോൾ ന്യൂട്രൽ ലിഗാൻഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലിഗാൻഡ്സിൻ്റെ ചാർജ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് രണ്ട് കോളമായിട്ട് ഇവരെ അങ്ങ് എഴുതാം. ഒരു കോളത്തിൽ ലിഗാൻഡ്, സെക്കൻഡ് വണ്ണിൽ ഇലക്ട്രോൺ ഡൊണേറ്റഡ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിഗാൻഡാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എത്ര ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും? 2 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത നമുക്കെന്താ പറഞ്ഞാൽ NR3 എന്നാണ് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആവാം. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ അതെന്ന് വരും, NH3 എന്ന് വരും അല്ലേ? ആറിന് പകരം NH3 എന്ന് വരും. അപ്പോൾ അവർ എത്ര ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, അവർ 2 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. 2 ഇലക്ട്രോണിനെ അത് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഫോസ്ഫീൻ ലിഗാൻഡാണ് PR3.
PR3 ടൈപ്പ് ലിഗാൻസ് ആണ്. അപ്പോൾ PR3 ലിഗാൻസ് ആകുമ്പോൾ ഫോസ്ഫേറ്റ് ഡെറിവേറ്റീവ്സ് ഒക്കെ വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ PPH3 വരും, PME3 വരും, PET3 വരും. അങ്ങനെ ഒരുപാട് ലിഗാൻസ്, ഒരുപാട് ക്ലാസ് അവിടെ വരും. മാറിന് പകരം ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ്സ് അവിടെ വരാം. അപ്പോൾ അങ്ങനെ ആരൊക്കെ വന്നാലും അവിടെ ഇലക്ട്രോൺസിനെ എത്ര ഇലക്ട്രോൺസിനെയാണ് കൊടുക്കുന്നത്? 2 ഇലക്ട്രോൺസിനെയാണ് അവിടെ കൊടുക്കുന്നത്. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് OR2 ആണ്. OR2 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആൽക്കഹോൾ വരാം, ROR വരാം, വാട്ടർ വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അവിടെ ആര് വന്നാലും കൊടുക്കുന്നത് 2 ഇലക്ട്രോൺസിനെ ആണ്. അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് SR2 ആണ്. അപ്പോൾ SR2 വരുമ്പോഴും അവിടെ എന്താണ് കൊടുക്കുന്നത്? 2 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്. 2 ഇലക്ട്രോൺ ഡോട്ടറാണ്. ഓക്കെ. അടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് EN എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? നമ്മുടെ എത്തിലീൻ ഡയമീൻ ആണ്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോണിനെ കൊടുക്കുക? ഇവിടെ 4 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്. അമോണിയയുടെ 2 അമോണിയയുടെയും ലോൺ പെയർസിനെ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ENൻ്റെ കുറേ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിമിഡയാണ്. ഇപ്പം എന്താ ടിമിഡ എന്ന് പറഞ്ഞാൽ? ടെട്രാ മീഥൈൽ എത്തിലീൻ ഡയമീൻ. ടെട്രാമീഥൈൽ എത്തിലീൻ ഡയമീൻ എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? 4 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പം ഞാൻ എന്താണ് ഈ ടിമിഡ എന്ന് വരയ്ക്കാം. ഓക്കെ. അപ്പം നിങ്ങൾ നോക്കിക്കോണം. നമ്മുടെ ഇവിടുത്തെ ഈ H2 മാറി പകരം ആര് വരും? പകരം മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ടെട്രാ മീഥൈൽ എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്നത് ടിമിഡ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത ഒരു ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ DMPE എന്ന് പറയും. ഡൈ മീഥൈൽ ഫോസ്ഫീനോ ഈത്തേ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നിന് പകരം നൈട്രജന് പകരം അവിടെ ആര് വന്ന്? ഫോസ്ഫറസ് വന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിക്കും? ഡൈമീഥൈൽ ഫോസ്ഫീനോ ഈഥേൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? DMPE. ഓക്കെ. ഇനി അടുത്ത ഒരു ക്ലാസ് എന്ന് പറയുന്നത്, അടുത്തായിട്ടൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ DPPE. അപ്പോൾ DPPE എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. അത് വേറൊന്നുമല്ല, ഡൈഫിനൈൽ ഫിനോൺ ഈഥൈൻ. ഓക്കെ. ഡൈമിഥൈൽ ഫിനോക്സോ ഈഥൈൻ ആണ്. ഡൈമിഥൈൽ ഫിനോക്സോ ഈഥൈൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആയിരിക്കും വരിക. ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ മീഥൈൽ ഗ്രൂപ്പ് മാറി ആര് വരും? ഫിനൈൽ ഗ്രൂപ്പ് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. PH ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഇവിടെ നമ്മൾ വരച്ചല്ലോ, ഇവിടേക്ക് എത്ര ഇലക്ട്രോൺസിനെ വെച്ചാണ് കൊടുക്കുന്നത്? ടിമിഡ എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? 4 ഇലക്ട്രോൺ ഡോണറാണ്. അപ്പം
DMB എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കും? DMBയും 4 ഇലക്ട്രോൺ ഡോണറാണ്. അതുപോലെ DPME എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? ഡൈഫിനൈൽ ഫിനോക്സോ ഈഥേൻ അദ്ദേഹവും 4 ഇലക്ട്രോണിനെ കൊടുക്കും. ക്ലിയർ ആണല്ലോ, കാരണം ഫോസ്ഫറസിൻ്റെ ഇലക്ട്രോൺസിനെയാണ് കൊടുക്കുന്നത്. അടുത്തത് ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത ഒരു ക്ലാസ്സാണ്. DPPM. അതെന്തായിരിക്കും DPPM? ഡൈഫിനൈൽ ഫോസ്ഫിനോമീഥേൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈഥേൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഈഥേൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, പകരം മാറി അവിടെ ഒരു മീഥേൻ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DPPM എന്ന് പറയും. ഓക്കെ, അപ്പോൾ DPPMൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. എന്തുകൊണ്ട്? ഫിനൈൽ ഗ്രൂപ്പ്, ഇവിടെയും ഫിനൈൽ ഗ്രൂപ്പ്, ഇവിടെയും ഫിനൈൽ ഗ്രൂപ്പ്. ഇദ്ദേഹം ഇലക്ട്രോൺ ഡോണറാണ്, 4 ഇലക്ട്രോൺ ഡോണറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ചാർജ്ഡ് ലിഗാൻഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പം ന്യൂട്രൽ ആറ്റം കൗണ്ടിൽ ഇനോർഗാനിക് ലിഗാൻഡ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, ചാർജ്ഡ് ലിഗാൻഡും ന്യൂട്രൽ ലിഗാൻഡ്. അപ്പോൾ ന്യൂട്രൽ ലിഗാൻഡ് കഴിഞ്ഞു, ഇനി നമ്മൾ പോകുന്നത് ചാർജ്ഡ് ലിഗാൻഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാർജ്ഡ് ലിഗാൻഡ്സ് ആണെങ്കിൽ നമുക്ക് എത്ര ഇലക്ട്രോണിനെ കൊടുക്കുമെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റഡ് ഇസ് ഈക്വൽ ടു ചാർജ്. ഇപ്പോൾ ചാർജ്ഡ് സ്പീഷീസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ചാർജ് എത്രയാണോ അത്ര ഇലക്ട്രോൺസിനെ ആയിരിക്കും അത് ഡൊണേറ്റ് ചെയ്തത്. അപ്പം അതിനകത്ത് നമുക്ക് മോണോവാലൻ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. മോണോവാലൻ്റ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ സ്പീഷീസ്. അപ്പം മോണോവാലൻ്റ് സ്പീഷീസ് ആയിട്ടുള്ള H മൈനസ്, X മൈനസ്, OH മൈനസ്, OR മൈനസ്, SR മൈനസ്, NH2 മൈനസ്, NR2 മൈനസ്, NHR മൈനസ്, അങ്ങനെയുള്ള ഒരുപാട് സ്പീഷീസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാം? N3 മൈനസ്, NCS മൈനസ്, NCO മൈനസ്, CN മൈനസ്, PH2 മൈനസ്. അപ്പോൾ ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ചാർജ് എത്രയാണ്? -1 ആണല്ലോ, ആണല്ലോ, ഒരു സിംഗിൾ മൈനസ് ആണല്ലോ. അപ്പോൾ എത്ര ഇലക്ട്രോണിനെ ആയിരിക്കും അവരെല്ലാം ഡൊണേറ്റ് ചെയ്യുന്നത്? 1 ഇലക്ട്രോണിനെ ആയിരിക്കും അവരെല്ലാവരും കൊടുക്കുക. ക്ലിയർ ആണല്ലോ, ചാർജിനനുസരിച്ചാണ് ചാർജ്ഡ് സ്പീഷീസിൻ്റെ ഇലക്ട്രോൺ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബൈവാലൻ്റ് സ്പീഷീസ് നോക്കിയാലോ. ബൈവാലൻ്റ് ആകുമ്പോൾ എത്രയാണ്? 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ആൾക്കാരാണ് ബൈവാലൻ്റ്. അപ്പോൾ ബൈവാലൻ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. ബൈവാലൻ്റിലെ ഫസ്റ്റ് O2 മൈനസ്, S2 മൈനസ്, SC2 മൈനസ്, NH2 മൈനസ്, PPH2 മൈനസ്, BH2 മൈനസ്, CR2 മൈനസ്. ഇവരെല്ലാം എത്ര ഇലക്ട്രോൺസിനെ വെച്ച് കൊടുക്കും? അവരെല്ലാം ചാർജ് 2 ആണതുകൊണ്ട് 2 ഇലക്ട്രോണിനെ അവർ കൊടുക്കും. അടുത്ത ഇനി നമുക്കുള്ളത് ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ ട്രൈവാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ട്രൈവാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ N3 മൈനസ് ഉണ്ട്, P3 മൈനസ് ഉണ്ട്, CH3 മൈനസ് ഉണ്ട്, SiR3 മൈനസ് ഉണ്ട്. ഇവരെല്ലാത്ത ഇലക്ട്രോൺസിനെ കൊടുക്കും. ചാർജ് 3 ആണ്, സോ 3 ഇലക്ട്രോൺസിനെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ളത് ടെട്രാവാലൻ്റ് ആണ്. ടെട്രാവാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കും? ഫോർ എക്സാമ്പിൾ C4 മൈനസ് അല്ലെങ്കിൽ Si4 മൈനസ്, അവരൊക്കെ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കും? അവരുടെ ചാർജ് 4 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര ഇലക്ട്രോണിനെ കൊടുക്കണം? 4 ഇലക്ട്രോണിനെ കൊടുക്കും. 4 ഇലക്ട്രോൺ ഡോട്ട്. ഓക്കെ,
അപ്പം ഇത്രയുമാണ് നമുക്ക് അതിനകത്തുള്ളത്. ഇനി പെൻറ്റാവാലൻ്റ് ഉണ്ടാവാം. പെൻറ്റാവാലൻ്റ് വന്നു കഴിഞ്ഞാൽ ആര് വരും? പെൻറ്റാവാലൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ N5- ഉണ്ട്, P5- ഉണ്ട്. ആ എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? 5 ഇലക്ട്രോണിനെ. അപ്പം ചാർജ് സ്പീഷീസിൻ്റെ കേസിൽ എത്രയാണോ ചാർജ് അത്ര ഇലക്ട്രോൺസിനെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇനോർഗാനിക് ലിഗാൻസ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഓർഗാനിക് ലിഗാൻസ് ആണ്. എന്താണ്? ഓർഗാനിക് ലിഗാൻസ്. ഓർഗാനിക് ലിഗാൻസ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ലിഗാൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് പയ്യെ നോക്കാം. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ലിഗാൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ കുറച്ച് ബ്രിഡ്ജിങ് വരുന്ന ലിഗാൻസ് ഉണ്ട്. അവരെയും കൂടെ പഠിച്ചിട്ട് ഓർഗാനിക് ലിഗാൻസിലേക്ക് പോകാം. ഓക്കെ, ബ്രിഡ്ജിങ് ലിഗാൻസ്. ഇപ്പോൾ ചില ലിഗാൻസ് ബ്രിഡ്ജിങ് കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ കാർബൺ മോണോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് എടുക്കാം കാർബൺ മോണോക്സൈഡ്, ബ്രിഡ്ജിങ് ലിഗാൻസ്. ഇപ്പോൾ ബ്രിഡ്ജിങ് ലിഗാൻസിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് എടുത്ത കാർബൺ മോണോക്സൈഡ് ബ്രിഡ്ജിങ് ആണെങ്കിലും CO മ്യൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രിഡ്ജിങ്ങിനെ മ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം μ1CO എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജിങ്. ഇനി μ2CO എന്ന് പറഞ്ഞാൽ 2 ബ്രിഡ്ജിങ്. ഇനി μ3CO എന്ന് പറഞ്ഞാൽ 3 ബ്രിഡ്ജിങ്. മൂന്ന് മെറ്റലുമായിട്ട് ഒരേ സമയം കണക്റ്റഡ് ആയിരിക്കും. അതാണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പം μ2 എന്ന് പറയുന്നത് 2 മെറ്റലുമായിട്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡിന് ബ്രിഡ്ജിങ് ആണെങ്കിലും ടെർമിനൽ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എത്ര ഇലക്ട്രോണിനെ കൊടുക്കൂ? 2 ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കൂ. 2 ഇലക്ട്രോണിനെ മാത്രമേ കാർബൺ മോണോക്സൈഡ് കൊടുക്കൂ. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് എന്ന് കാണുമ്പോഴേ ഓർത്തോണം 2 ഇലക്ട്രോണിൻ്റെ ഓർഡറാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഹാലൈഡാണ്. ഹാലൈഡ്. അപ്പം ഹാലൈഡ് അയോൺസ് ബ്രിഡ്ജിങ്ങിൽ വരുമ്പോൾ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കും? 3 ഇലക്ട്രോൺസിനെയാണ് കൊടുക്കുന്നത്. ഹാലൈഡ് അയോൺസ് ബ്രിഡ്ജിങ്ങിൽ വന്നു കഴിഞ്ഞാൽ 3 ഇലക്ട്രോൺ ഡോണറാണ്. കീപ്പ് ഇൻ മൈൻഡ്. അടുത്ത നമുക്കുള്ളത് μNR2- ആണ്. μNR2, μOR-, μPR2 ഇവരെല്ലാം 3 ഇലക്ട്രോൺ ഡോണറാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഈ H- ഉണ്ട്. H-, μCH3- ഇവരെല്ലാം എന്താണ്? 1 ഇലക്ട്രോൺ ഡോണറാണ്. അടുത്ത ഇനി μ3PPH2. അതായത് μ3 ട്രിപ്പിൾ ബ്രിഡ്ജഡ് PPH2 4 ഇലക്ട്രോൺ ഡോണറാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രിഡ്ജിങ് ലിഗാൻസ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഇനോർഗാനിക് ലിഗാൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഓർഗാനിക് ലിഗാൻസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ലിഗാൻസിന് ഹാപ്റ്റിസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹാപ്റ്റിസിറ്റി തരും. ഹാപ്റ്റിസിറ്റി തന്നിരിക്കും. അപ്പോൾ ഈ ഹാപ്റ്റിസിറ്റി എക്സിൻ്റെ ഇവിടെ ഈ എക്സിൻ്റെ ഒരു സ്ഥാനത്ത് പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും. അത് ആ ലിഗാൻഡിൻ്റെ ഹാപ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് ഹാപ്റ്റിസിറ്റി തന്നെയായിരിക്കും അവിടെ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ കൗണ്ട്. ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇലക്ട്രോൺ കൗണ്ട് ഈസ് ഈക്വൽ ടു ഹാപ്റ്റിസിറ്റി. അപ്പം ഹാപ്റ്റിസിറ്റി എത്രയാണോ തന്നിരിക്കുന്നത് അത്രയും ഇലക്ട്രോണിനെ ആര് കൊടുക്കും? ഓർഗാനിക് കോമ്പൗണ്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓരോ ലിഗാൻഡായിട്ട് നമുക്ക് പരിശോധിക്കാം. ലിഗാൻഡ്, ഇലക്ട്രോൺ കൗണ്ട് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റഡ് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പം η2C2H4. അപ്പോൾ ഇവിടെ ഇതാണല്ലോ ഹാപ്റ്റിസിറ്റി ഇവിടെ 2 ആണല്ലോ വന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? 2. അടുത്തെന്ന് പറഞ്ഞാൽ η2C2H3. അവിടെ എത്രയാണ്? ഈറ്റ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പം
2 ഇലക്ട്രോണിനെ അവിടെയും കൊടുക്കും. അടുത്തെന്ന് പറഞ്ഞാൽ η1 CP, η1 CP. ഓക്കെ, അപ്പോൾ η1 CP, η1 CP എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ എത്ര η1 ആണല്ലോ കൊടുത്തേക്കുന്നത്, അപ്പോൾ 1 ഇലക്ട്രോൺ ഡോണറാണ്. അപ്പോൾ ഇനി സി പിക്ക് തന്നെ നിറയെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ സി പി ഇനി η3 CP ഉണ്ട്, η3 CP. ഇപ്പോൾ η3 CP എന്ന് പറഞ്ഞാൽ η3 CP നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സി പിയുടെ 2 ഡബിൾ ബോണ്ടും ഒരു മൈനസ് ചാർജും ചേർന്ന ഒരു സംഗതി അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് മെറ്റലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഈ ഒരു ഭാഗം മെറ്റലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം അതിനെ നമ്മൾ η3 CP എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസിനെയാണ് കൊടുക്കുന്നത്? 3 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ η5 CP, η5 CP, η5 CP. η5 CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോണിനെ കൊടുക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും η5 ആണ്, അപ്പോൾ 5 ഇലക്ട്രോണിനെ തന്നെ കൊടുക്കും. ഓക്കെ, അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി നമുക്ക് പറയുന്നത് ഇനി η4 C6 H6 എന്ന് പറഞ്ഞിരിക്കുക. η4 C6 H6 ബെൻസീനാണ് പറഞ്ഞിരിക്കുന്നത്. η4 എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ടാവും? അവിടെ 4 ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് η2 C6 H6 എന്ന് പറയുക. അപ്പോൾ η2 അപ്പോൾ 2 ഇലക്ട്രോണിനെയാണ് അവിടെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തേക്ക് ഇനി η6 C6 H6 എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എത്ര ഇലക്ട്രോണിനെയും കൊടുത്തു? 6 ഇലക്ട്രോണിനെയും കൊടുത്തു. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത് ഇനി വരുന്നത് സൈക്ലോബ്യൂട്ടൈൻ. ഇപ്പോൾ സൈക്ലോബ്യൂട്ടൈനകത്ത് നമ്മൾ എഴുതിയിരിക്കുകയാണ് η4 C4 H4. അതിൻ്റെ അർത്ഥം എന്താണ്? 4 ഇലക്ട്രോണിനെ അവൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, 4 ഇലക്ട്രോണിനെ അവൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഓക്കെ, അപ്പം 1 ഇലക്ട്രോൺ ഡോണറാണ്, 1 ഇലക്ട്രോൺ ഡോണറാണ്. അടുത്ത് നമുക്ക് വരുന്നത് കോട്ട് വരുന്നുണ്ട്. കോട്ടെന്ന് പറഞ്ഞാൽ സൈക്ലോ ഒക്ട ടെട്ര ഇ. ഓക്കെ, അപ്പം കോട്ട് വരുന്നുണ്ട്. അപ്പോൾ കോട്ട് η2 കോട്ട് എന്ന് പറയും, η2 കോട്ട്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും? 2 ഇലക്ട്രോൺസ് ആണ് അതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ η4 കോട്ടുണ്ട്, അപ്പോൾ 4 ഇലക്ട്രോൺ ആയിരിക്കും. ദെൻ η6 കോട്ടുണ്ട്, അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? 6 ഇലക്ട്രോൺ ആയിരിക്കും. ദെൻ η8 കോട്ടുണ്ട്, അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? 8 ഇലക്ട്രോൺ ആയിരിക്കും. അതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓർഗാനിക് ലിഗാൻഡിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഹാപ്റ്റിസിറ്റി എത്രയാണോ അത്രയും തന്നെ എന്തിനെ കൊടുക്കും? ഇലക്ട്രോൺസിനെ അത് എവിടേക്ക് കൊടുക്കും? കോമ്പൗണ്ടിൻ്റെ ഇതിലേക്ക് കൊടുക്കും. ഓക്കെ, അടുത്ത ഇനി η3 C3 H3, η3 C3 H3. ഇതെന്താണ്? സൈക്ലോപ്രോപ്പൈൽ കാറ്റഗറി. ഓക്കെ, അടുത്ത ഇലക്ട്രോണിനെ കൊടുക്കുക. η3 ആണല്ലോ, 3 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കാർബീനും കാർബീനാണ്. അപ്പോൾ കാർബീൻ എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? കാർബീൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ EM ഡബിൾ ബോണ്ട് Cr2 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? 2 ഇലക്ട്രോൺ ഡോണറാണ്. അടുത്തതിന് കാർബൈൻ ആണെങ്കിലോ, കാർബൈൻ എന്ന് പറഞ്ഞാൽ EM ട്രിപ്പിൾ ബോണ്ട് Cr എന്ന. അപ്പോൾ 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത്രയാണ് നമ്മുടെ ലിഗാൻഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും ആ ലിഗാൻഡ് എത്രത്തോളം ഇലക്ട്രോൺസിനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? EAN റൂളും പിന്നെന്ത് റൂളാണ് പഠിക്കാനുള്ളത്? 18 ഇലക്ട്രോൺ റൂളും പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിഗാൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് എന്തിലേക്കാണ്? EAN റൂളിലേക്കാണ് നമ്മളിനി പോകുന്നത്. EAN റൂള്. ഓക്കെ, അപ്പോൾ എന്താണ് EAN റൂൾ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? എഫക്റ്റീവ്
അറ്റോമിക് നമ്പർ എന്ന് വിളിക്കാം. ഇ എൻ റിലേറ്റീവ് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഇ എ എൻ? ഇ എ എൻ ഓഫ് എ കോമ്പൗണ്ട്, ഇ എ എൻ ഓഫ് എ compound is the total number of electrons from the metal, total number of electrons from the metal and that donated by the ligand. ഇപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. മെറ്റലും ഇലക്ട്രോൺസോട് മെറ്റലിൻ്റെ മെറ്റൽ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണും ലിഗാൻഡ് കൊടുക്കുന്ന ഇലക്ട്രോണിൻ്റെ ഒരു കൗണ്ടാണ് ഇ എൻ. അപ്പം ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ത് വേണം? ഫോർ എ സ്റ്റേബിൾ കോമ്പൗണ്ട് EAN must be equal to the atomic number of nearest noble gas. അപ്പോൾ എന്താണ്? ഒരു കോമ്പൗണ്ടിൻ്റെ EAN അതിൻ്റെ തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണെങ്കിൽ ആ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണെന്ന് പറയാം. ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിൻ്റെ EAN കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് നിയർ ബൈ ആയിട്ട് വരുന്ന ഒരു എന്തിൻ്റെ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇതിൻ്റെ EAN എന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുന്നത് NiCO4 ആണ്. NiCO4 നമ്മൾ ആദ്യം എഴുതിയ ഒരു എക്സാമ്പിൾ തന്നെയാണ് NiCO4. അപ്പോൾ നമ്മളിവിടെ എന്തോ കണ്ടുപിടിക്കണം? ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കണം. ഇലക്ട്രോൺ ഫ്രം ദ ലിഗാൻഡ് നമുക്കറിയാം. ഇലക്ട്രോൺ ഫ്രം ദ കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം. ഇലക്ട്രോണാണ് ഓരോ കാർബൺ മോണോക്സൈഡ് 2 ഇലക്ട്രോണിനെ കൊടുക്കുക. അപ്പം ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ എന്തായിരിക്കും? ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രോൺ from the metal is equal to atomic number. ഓക്കെ. അപ്പം ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് ഒന്നും ഇവിടെ താഴോട്ട് എഴുതാം. NiCO4 ടൈംസ് ആണ്. അപ്പം അറ്റോമിക് നമ്പർ ഓഫ് നിക്കൽ 28 ആണ്. അപ്പം 4 കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഓരോ കാർബൺ മോണോക്സൈഡും 2 ഇലക്ട്രോണിനെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 28 + 8 36 കിട്ടി. 28 + 8 36 കിട്ടി. അതുപോലെ എന്താണ്? അത് നമ്മുടെ തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസായ ക്രിപ്റ്റോണിൻ്റെ കോൺഫിഗറേഷനാണ്. സോ ഇറ്റ് ഒബേ EAN. അതുകൊണ്ട് എന്താണ്? അതൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഈ നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയണം. അപ്പോൾ ഹീലിയത്തിൻ്റെ 2 ആണ്. നിയോണിൻ്റെ കോൺഫിഗറേഷൻ ടോട്ടൽ 10 ആണ്. ആർഗണിൻ്റെ എത്രയാണ് നമുക്ക് വരുന്നത്? ആർഗണിൻ്റെ നമുക്ക് വരുന്നത് 18 ആണ്. അത് കഴിഞ്ഞിട്ട് ആർഗൺ കഴിഞ്ഞിട്ട് നമുക്ക് ക്രിപ്റ്റോൺ ആണ് വരുന്നത്. ക്രിപ്റ്റോണിൻ്റെ 36 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെനോൺ ആണ് വരുന്നത്. സെനോണിൻ്റെ 54 ആണ്. ദെൻ റെഡോൺ വരുമ്പോൾ എത്ര വരും? 86 ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയേ. HgI4 2-. അപ്പോൾ HgI4 2- നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം Hgയുടെ ഇലക്ട്രോൺ ഡൊണേറ്റഡ് ബൈ ദ മെറ്റൽ Hg എത്രയാണ്? Hgയുടെ അറ്റോമിക് നമ്പർ 80 ആണ്. 80. ദെൻ അയഡിൻ ഇവിടെ എത്ര ആയിട്ടായിരുന്നു? X- ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര അയഡിൻ ഉണ്ട്?
4 ഐഡിയനുണ്ട്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 × 1. 4 × 1. ഓക്കെ. ദെൻ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം 2. ഇഫ് നെഗറ്റീവ് ചാർജ് ഇറ്റ് ഷുഡ് ബി ആഡഡ്. ചാർജ് it should be added. ഓക്കെ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് വേണം? നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 + 4 + 2. 80 + 4 + 2 = 86. ഇറ്റ് ഈസ് ഈക്വൽ ടു 6. 6ൻ്റെ കോൺഫിഗറേഷൻ. സോ ഇറ്റ് ഒബേ 18 ഇലക്ട്രോൺ റൂൾ. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പൗണ്ട് വിച്ച് ഈസ് an exception of EAN. സോ നമുക്ക് താഴെ എക്സെപ്ഷൻ ഓഫ് EAN നമുക്ക് കുറച്ച് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ടിൽ EAN ഒബേ ചെയ്യാത്ത ആൾക്കാർ. ഫസ്റ്റ് കോമ്പൗണ്ട് നമുക്ക് പറയുന്നത് VCO6 ആണ്. VCO6 ആണ്. അപ്പം VCO6 ഒബേ ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം വനേഡിയം ആണല്ലോ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം 23 ആണ്. വനേഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 23 ആണ്. ഓരോ കാർബൺ മോണോക്സൈഡും എത്ര ഇലക്ട്രോൺസിനെ വെച്ച് ഡൊണേറ്റ് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ വെച്ച് ഡൊണേറ്റ്. അപ്പോൾ 6 × 2. സോ 23 + 12 35. അപ്പം നിയർ ബൈ ക്രിപ്റ്റോണിൻ്റെ എത്രയാണ്? ക്രിപ്റ്റോണിൻ്റെ = 36 ആണ്. അപ്പോൾ ഇത് ഡസ് നോട്ട് ഒബേ. ഇതെന്ത് ചെയ്യുന്നില്ല? 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ട് ഏതാ നോക്കാം. അടുത്ത കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ CrCO6 ആണ്. CrCO6. അപ്പം CrCO6 നോക്കാം. CR വനേഡിയം കഴിഞ്ഞാണ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം എന്നാണ് വരുന്നത്. അപ്പോൾ ക്രോമിയം 24 ആണ് അറ്റോമിക് നമ്പർ. ഓരോ കാർബൺ മോണോക്സൈഡും 2 ഇലക്ട്രോൺസിനെ വെച്ച് ഡൊണേറ്റ് ചെയ്യും. ഇപ്പോൾ 24 + 12 = 36 = ക്രിപ്റ്റോൺ. അപ്പോൾ ക്രിപ്റ്റോണിൻ്റെ ആണ്. അപ്പോൾ എന്താണ്? ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? റൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്തത് മൂന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്, നമുക്ക് മൂന്നാമത്തെ കോമ്പൗണ്ട് എടുക്കുന്നത് NiPF3 4 ടൈംസ് ആണ്. PF3 4 ടൈംസ് ആണ്. അപ്പോൾ അതൊരു എന്താണ്? ഒരു ഫോസ്ഫീൻ ലിഗാൻഡാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിക്കലിൻ്റെ നമുക്കറിയാം അറ്റോമിക് നമ്പർ 28 ആണ്. 28 + 4 × 2. കാരണം ഇത് ഫോസ്ഫീൻ ലിഗാൻഡാണ്. 2 ഇലക്ട്രോൺസ് ആണ്. സോ 28 + 8 = 36. അതും നമ്മുടെ ക്രിപ്റ്റോണിൻ്റെ ആണ്. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഫോർത്ത് കോമ്പൗണ്ടാണ്. ഫോർത്ത് കോമ്പൗണ്ട് എന്ന് പറയുന്നത് FeCO4 PPH3 ആണ്. ഓക്കെ. അപ്പം Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. ഓരോ CO4ഉം 4 × 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. ഒരു PPH3 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. സോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 36 ആണ്. അത് ആരുടെയാണ്? ക്രിപ്റ്റോണിൻ്റെ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ Feയും 18 ഇലക്ട്രോൺ റോള് EAN ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ EAN ഇതാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം നേരിട്ടുണ്ടാവാം. EAN ആണെങ്കിൽ നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം? അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ എല്ലാ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ ഓർത്തിരിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം EAN നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ EAN മോഡിഫൈ ചെയ്തതാണ് എന്ന് പറയുന്നത് 18 ഇലക്ട്രോൺ റൂൾ. 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മോഡിഫൈഡ് EAN റൂളാണ്.